ഒരേ സമയം ഒരാൾക്ക് ബിസിനസ്സുകാരനും സാധാരണക്കാരനും ആവാൻ കഴിയില്ല എന്നാണ് പൊതുവെ പറയാറുള്ളത്. അതിന് കാരണമായി പറയുന്നത് ബിസിനസ് മൈൻഡുള്ള ഒരാൾക്ക് ഒരിക്കലും സാധാരണ മനുഷ്യന്മാരുടെ മനസ്സറിയാൻ കഴിയില്ല എന്ന് തന്നെയാണ്. എന്നാൽ ഇത് പൊള്ളയായ കാര്യമാണെന്നും സാധാരണക്കാരുടെ കൂടെ പ്രവർത്തിക്കാനും അവർക്കൊപ്പം നിലകൊള്ളാനും ബിസിനസ്സുകാരനും സാധിക്കുമെന്ന് പലരും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള മഹത് വ്യക്തികളിൽ ഒരാളാണ് ലുലു ഗ്രൂപ്പിന്റെ ഉടമസ്ഥനായ MA യൂസഫ് അലി. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സഹായിക്കുക തുടങ്ങി തനിക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക് എപ്പോഴും സമൂഹത്തിന്റെ അത് അർഹിക്കുന്നവർക്കായി നൽകാൻ അദ്ദേഹം ശ്രമിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെയാവാം നാൾക്കുനാൾ യൂസഫ് അലിയുടെ ബിസിനസ് ഇങ്ങനെ ഉയർന്നു പോകുന്നത്. ഇതുകൊണ്ടൊക്കെ തന്നെ യൂസഫ് അലിയെ കുറിച്ച് കേൾക്കാനും അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാനും എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവാറുള്ളത്. ഇത്തരത്തിൽ തന്റെ ആത്മസുഹൃത്തിനെ കാണാൻ ക്ഷണപ്രകാരം MA യൂസഫ് അലി കാസർഗോഡ് എത്തിയ വിവരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവള അതോറിറ്റി ഡയറക്ടർ ബോർഡ് അംഗവും തെരുവത്ത് ഫൗണ്ടേഷൻ ചെയർമാനുമായ അബ്ദുൽ ഖാദർ തെരുവത്തുമായുള്ള 43 വർഷത്തെ ആത്മബന്ധം ഒന്നുകൂടി ഉറപ്പിക്കാനും അദ്ദേഹത്തിന്റെ തെരുവത്ത് മെമ്മോറിയൽസ് എന്ന അപൂർവ ശേഖരം കാണാനുമായിരുന്നു അദ്ദേഹം കാസർഗോഡ് എത്തിയത്. ഹെലികോപ്റ്റർ മാർഗം ഖാദർ തെരുവത്തിന്റെ വിദ്യാനഗറിലെ വീട്ടിലെത്തിയ MA യൂസഫ് അലി അപൂർവ ശേഖരങ്ങളെല്ലാം കാണുകയും ഉണ്ടായി. തെരുവത്ത് ഹെറിറ്റേജ് എന്ന വീടിനോട് ചേർന്ന് ഒരുക്കിയ തെരുവത്ത് മെമ്മോറിയൽസ് ലോകത്തെ പ്രശസ്തരായ ഭരണാധികാരികൾ, ക്രിക്കറ്റ്, ടെന്നീസ് താരങ്ങൾ, സിനിമാ താരങ്ങൾ, വ്യവസായികൾ തുടങ്ങി വിവിധ മേഖലകളിൽ ഉള്ളവരുമായുള്ള ഖാദർ തെരുവത്തിന്റെ ആത്മബന്ധത്തിന്റെ അവശേഷിപ്പുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവർക്കൊപ്പമുള്ള അപൂർവ നിമിഷങ്ങളുടെ ചിത്രങ്ങളും കൈമാറിയ സമ്മാനങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും MA യൂസഫ് അലി നോക്കിക്കാണുകയുണ്ടായി. MA യൂസഫ് അലിയും ഖാദർ തിരുവോത്തും മമ്മൂട്ടിയും ഒപ്പമുള്ള ഹജ്ജ് കർമ്മങ്ങളുടെ ചിത്രം ഇവിടെ നിധി പോലെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. തെരുവത്ത് മെമ്മോറിയൽസ് ചരിത്രമാണെന്നും ഏത് ചരിത്രകാരനോ ചരിത്ര വിദ്യാർത്ഥിയോ വന്നാൽ കാണാനും പകർത്താനും ചിന്തിക്കാനും ഇവിടെ ഏറെയുണ്ടെന്നും വിലമതിക്കാനാവാത്തതാണ് ഇത് ഓരോന്നുമെന്നാണ് MA യൂസഫ് അലി കണ്ടതിന് ശേഷം പറഞ്ഞത്. എല്ലാം കണ്ടു കഴിഞ്ഞ് ഖാദർ തെരുവത്തുമായുള്ള ആത്മബന്ധത്തെ കുറിച്ച് ഓർത്തെടുക്കാനും അദ്ദേഹം മറന്നിട്ടില്ല. ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും കൂടെ നിന്ന് ഏറ്റവും അടുത്ത സുഹൃത്താണ് ഖാദർ തെരുവത്ത് എന്നും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. തെരുവത്ത് മെമ്മോറിയൽസിൽ എത്തിയ മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ബഷീർ അലി തങ്ങൾ, ET മുഹമ്മദ് ബഷീർ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ NA നെല്ലിക്കുത്ത്, ET മുഹമ്മദ് ബഷീർ MP, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA മാരായ NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, E ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു.